പല ആളുകളും അവരുടെ ഡിപ്രഷൻ്റെ കാരണം അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ്സിൻ്റെ ടെൻഷൻ്റെ കാരണം പലപ്പോഴും ആളുകൾ എന്നോട് കാരുണ്യം കാണിക്കുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഇണ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, എൻ്റെ മക്കൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹു ആരാണ്? വഹുവ അർഹമുറാഹിമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യം കാണിക്കുന്നവനാകുന്നു. ഇത് സൂറത്ത് യൂസുഫിലെ 92-ാമത്തെ ആയത്തിൽ കാണാം. വേറെയും ധാരാളം അധ്യായങ്ങളിൽ, ധാരാളം ആയത്തുകളിൽ അള്ളാഹു അർഹമുറാഹിമീനാണ് എന്ന് കാണാൻ കഴിയും. കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ കാരുണ്യം അള്ളാഹുവിനാണ് നമ്മോട്. നമ്മുടെ മാതാപിതാക്കളും മക്കളും നമ്മുടെ ഇണകളും നമ്മുടെ കൂട്ടുകാരും എല്ലാവരും നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ, നമ്മളോട് കരുണ കാണിക്കുന്നതിനേക്കാൾ അള്ളാഹുവാണ് നമ്മളോട് കാരുണ്യം കാണിക്കുന്നത്. അത്രയ്ക്ക് കാരുണ്യമാണ് റബ്ബിന് നമ്മളോട്. അത്രയും അടുത്താണ് റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്ത് നമ്മോടുള്ളത്. എന്നിരിക്കെ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? വേറെ ആരും നമ്മളെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു കാരുണ്യവാനാണ്, അവൻ്റെ കാരുണ്യം എനിക്ക് ലഭിക്കും, അതാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിയുന്ന ആളുകൾക്ക് പിന്നെ ആ വിഷയത്തിൽ എന്ത് ടെൻഷനാണുള്ളത്? അതേപോലെ തന്നെ പല ആളുകളും അവരുടെ ടെൻഷൻ്റെ കാരണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നാണ്. എൻ്റെ ഹൃദയത്തിലുള്ളത് ആരും അറിയുന്നില്ലല്ലോ, എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെന്നെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ. നിങ്ങളുടെ നെഞ്ചകത്തുള്ളത് അള്ളാഹു അറിയുന്നുണ്ട്. സൂറത്തു ആലി ഇമ്രാനിലെ 119 അത് കാണാം. വേറെയും ധാരാളം അധ്യായങ്ങളിൽ, ധാരാളം ആയത്തുകളിൽ ഇത് കാണാൻ കഴിയും. ഹൃദയത്തിലുള്ളത് അറിയുന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ റബ്ബ് നമ്മെ അറിയുന്നുണ്ട്. നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകളും റബ്ബിനറിയാം. എന്നിരിക്കെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് റബ്ബിൻ്റെ ഇടപെടലുണ്ടാകും, അള്ളാഹുവിൻ്റെ കാരുണ്യവും സഹായവും ഉണ്ടാകും. നമ്മുടെ റബ്ബ് നമ്മെ കാണുന്നുണ്ട്, നമ്മുടെ നിയ്യത്ത് റബ്ബ് അറിയുന്നുണ്ട്. ആ ചിന്ത മതി നമുക്ക്. വേറെ ആരും നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നമ്മുടെ റബ്ബ് നമ്മെ അറിഞ്ഞാൽ മതി. വേറെ പല ആളുകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നില്ല, ആരും അംഗീകരിക്കുന്നില്ല, ആരാലും അംഗീകരിക്കപ്പെടുന്നില്ല. എൻ്റെ ഭർത്താവ്, ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും അദ്ദേഹം എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ അംഗീകരിക്കുന്നില്ല, മാതാപിതാക്കൾ അംഗീകരിക്കുന്നില്ല, മക്കൾ അംഗീകരിക്കുന്നില്ല, സുഹൃത്തുക്കൾ അംഗീകരിക്കുന്നില്ല. പലരുടെയും പരാതിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്ത് ഹൂദിലെ 115, വസ്ബിർ, താങ്കൾ ക്ഷമ അവലംബിക്കുക. ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്നവരുടെ പ്രതിഫലം അള്ളാഹു ഒരിക്കലും കുറച്ച് കളയുകയില്ല. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം തരും. ആരും നമ്മളെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും റഹ്മാനായ റബ്ബ് അംഗീകരിക്കും. സൂറത്തു സൽസലയിലെ 7 പറഞ്ഞതുപോലെ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. മിസ്ഖാലു ദർറത്ത്, അണുമണി തൂക്കം ഖൈർ നിങ്ങൾ ചെയ്താലും അത് പാഴായി പോവുകയില്ല. അള്ളാഹുവല്ലേ നമുക്ക് പ്രതിഫലം തരേണ്ടത്? മനുഷ്യർക്ക് നമുക്ക് പ്രതിഫലം തരാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ അംഗീകാരമാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്, അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് വേണ്ടത്. മിസ്ഖാലു ദർറത്ത് ഖൈറാണെങ്കിലും അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും. ഒരിക്കലും സുഹൃതം ചെയ്യുന്ന ആളുകളുടെ സുഹൃതത്തെ, സൽക്കർമ്മത്തെ അള്ളാഹു പാഴാക്കുകയില്ല. അതുകൊണ്ട് ക്ഷമിക്കാനാണ് പറയുന്നത്. വസ്ബിർ, ക്ഷമിക്കുക. ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്ന ആളുകളുടെ പ്രതിഫലം അള്ളാഹു കുറച്ച് കളയുകയില്ല. അതേപോലെ തന്നെ നമുക്ക് സമാധാനമുണ്ടാവേണ്ടുന്ന മറ്റൊരു കാര്യമാണ് റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ചുള്ള നമ്മുടെ അറിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സൂറത്തുൽ ബഖറയിലെ 20 മറ്റു ഒട്ടനവധി അധ്യായങ്ങളിൽ, നിരവധി ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. പിന്നെ എന്തിനാണ് ടെൻഷൻ? ഒരു പ്രശ്നവും എൻ്റെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല, എൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുകയില്ല, ഞാൻ എന്ത് ചെയ്യും, ഞാൻ തോറ്റുപോകും, എനിക്ക് ഇനി വിജയിക്കാൻ കഴിയില്ല, ഇങ്ങനെ പല ചിന്തകളുമാണ് ആളുകൾക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ്, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച റബ്ബിന് നമ്മളെ സഹായിക്കാൻ കഴിയില്ലെന്നാണോ? ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് നമ്മുടെ നിസ്സാരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഒരിക്കലും അങ്ങനെ കരുതരുത്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. സൂറത്തു ആലി ഇമ്രാനിലെ 160 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻ യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും. അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ വിചാരിച്ചാൽ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഒന്നിനും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല, ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഒരിക്കലും തോറ്റു പോവേണ്ടതില്ല, തോറ്റു കൊടുക്കേണ്ടതില്ല. അള്ളാഹു നമ്മളെ സഹായിക്കുകയാണെങ്കിൽ റഹ്മാനായ റബ്ബിനെ നമ്മൾ തിരിച്ച് ആ റബ്ബിനെ അനുസരിക്കുകയും അള്ളാഹു പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അങ്ങനെ റബ്ബിൻ്റെ സഹായമുണ്ടെങ്കിൽ ലോകത്ത് ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് റഹ്മാനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ്. ഇത്രയും വാഗ്ദാനം നൽകുന്ന ഒരു റബ്ബുണ്ടായിരിക്കെ, എല്ലാറ്റിനും കഴിവുള്ള ഒരു റബ്ബുണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് സങ്കടം? എന്തിനാണ് ടെൻഷൻ? എന്തിനാണ് ഡിപ്രഷൻ? ആലോചിച്ചു നോക്കുക.